ആലാപന മാധുര്യം കൊണ്ട് കോടിക്കണക്കിന് ഹൃദയങ്ങളിൽ കൂടുകൂട്ടിയ ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി തെന്നിന്ത്യൻ സംഗീത ലോകത്തെ നാദവിസ്മയമായിരുന്ന ജാനകിയമ്മ 1956 ആകാശവാണി നടത്തിയ അഖിലേന്ത്യാ സംഗീത മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയതാണ് ജാനകിയമ്മയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത്. അന്ന് രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്നാണ് അവർ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. 1957 മദ്രാസിലെ AVM സ്റ്റുഡിയോയിൽ ജോലി ലഭിച്ചതോടെ ചലച്ചിത്ര സംഗീത ലോകത്തേക്ക് വാതിൽ തുറന്നു. വിധിയൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് തുടക്കമെങ്കിലും ആ സിനിമ പുറത്തിറങ്ങിയില്ല. എന്നാൽ അതേ വർഷം തന്നെ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ പാടാൻ അവർക്ക് അവസരം ലഭിച്ചു. 1957 പുറത്തിറങ്ങിയ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടിയോ എൻ വഴിയിൽ എന്ന ഗാനത്തിലൂടെയാണ് ജാനകിയമ്മ മലയാളികളുടെ ഹൃദയത്തിലേക്ക് ആദ്യമായി പാടിക്കയറിയത്. പിന്നീട് 1962 കൊഞ്ചും ചിലങ്കെ എന്ന ചിത്രത്തിലെ ശിങ്കാരവേലനെ ദേവ എന്ന തമിഴ് ഗാനം തെന്നിന്ത്യയിലാകെ വൻ തരംഗമായി മാറി. മലയാളത്തിലെ ഒട്ടുമിക്ക സംഗീത സംവിധായകർക്കും വേണ്ടി പാടിയെങ്കിലും MS ബാബുരാജിന്റെ ഈണങ്ങളിലൂടെയാണ് ജാനകിയുടെ സ്വരമാധുരി മലയാളികൾ നെഞ്ചിലേറ്റിയത്. തളിരിട്ട കിനാക്കൾ തൻ, അഞ്ജന കണ്ണെഴുതി, സൂര്യകാന്തി, ഒരു കൊച്ചു സ്വപ്നത്തിൻ, താമര കുമ്പിളല്ലോ മമഹൃദയം തുടങ്ങി അനശ്വര ഗാനങ്ങൾ അതിന് ഉദാഹരണമാണ്. തളിരിട്ട കിനാക്കൾ എന്ന പാട്ടിന്റെ ഭാവം താൻ ഉദ്ദേശിച്ചതിലും അപ്പുറത്തേക്ക് ജാനകി കൊണ്ടുപോയി എന്ന് ബാബുരാജ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടില്ലെങ്കിലും കർണാടക സംഗീതത്തിന്റെ അടിത്തറയുള്ള കഠിനമായ ഗാനങ്ങൾ പോലും അവർ തനിമയോടെ പാടി ഫലിപ്പിച്ചു. ഹേമാവതി എന്ന കന്നഡ ചിത്രത്തിലെ ശിവശിവ എന്ന ഗാനമാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ ഗാനമെന്ന് ജാനകിയമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്. MS ബാബുരാജ്, സലീൽ ചൗധരി, G ദേവരാജൻ, KJ യേശുദാസ്, ഇളയരാജ, രവീന്ദ്രൻ, ജോൺസൺ തുടങ്ങി പ്രമുഖ സംഗീത സംവിധായകർക്കൊപ്പവും വയലാർ, P ഭാസ്കരൻ, ONV, ശ്രീകുമാരൻ തമ്പി, കൈതപ്രം ഉൾപ്പെടെയുള്ള പ്രഗത്ഭ രചയിതാക്കളുടെ വരികൾക്കും അവർ ജീവൻ നൽകി. ദക്ഷിണേന്ത്യൻ ഭാഷകൾക്ക് പുറമെ ഹിന്ദി, ബംഗാളി, പഞ്ചാബി, ഒഡിയ, ഇംഗ്ലീഷ്, സംസ്കൃതം, ജർമ്മൻ ഉൾപ്പെടെയുള്ള 20ഓളം ഭാഷകളിലായി 10,000കണക്കിന് ഗാനങ്ങളാണ് ആ ശബ്ദത്തിൽ പിറന്നത്. പ്രണയവും വിരഹവും വാത്സല്യവും കുട്ടിപ്പാട്ടുകളും ഒരേപോലെ ആ ശബ്ദത്തിൽ ഭദ്രമായിരുന്നു. 4 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് അവരെ തേടിയെത്തി. 1981 ഓപ്പോൾ എന്ന ചിത്രത്തിലെ ഏറ്റുമാനൂരമ്പലത്തിൽ എന്ന ഗാനമാണ് മലയാളത്തിൽ അവർക്ക് ദേശീയ പുരസ്കാരം സമ്മാനിച്ചത്. കൂടാതെ 11 തവണ കേരള സംസ്ഥാന അവാർഡും 10 തവണ ആന്ധ്ര സർക്കാരിന്റെ അവാർഡും 7 തവണ തമിഴ്നാട് സർക്കാരിന്റെ അവാർഡും 1 തവണ ഒഡീഷ സർക്കാരിന്റെ അവാർഡും ഈ ഗായികയ്ക്ക് ലഭിച്ചു. 2016 പുറത്തിറങ്ങിയ 10 കൽപ്പനകൾ എന്ന ചിത്രത്തിലാണ് ജാനകിയമ്മ തന്റെ അവസാന സിനിമാ ഗാനം പാടിയത്. അതും മലയാളത്തിലായിരുന്നുവെന്നത് മലയാളികൾക്ക് അഭിമാനിക്കാനുള്ള വക നൽകി. 2017 ഒക്ടോബറിൽ മൈസൂരിലെ മാനസ് ഗംഗോത്രി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗീത നിശയിൽ വെച്ച് ഇനി പൊതുവേദിയിൽ പാടില്ലെന്ന് അവർ പ്രഖ്യാപിച്ചു. 1938 ഏപ്രിൽ 23 ആന്ധ്രാപ്രദേശിൽ ജനിച്ച ജാനകിയുടെ പിതാവ് ആയുർവേദ ഡോക്ടറായിരുന്ന ശിസ്തില രാമമൂർത്തിയും മാതാവും ചെറുപ്പത്തിലേ മരിച്ചതാണ്. തുടർന്ന് അമ്മാവനായ ഡോക്ടർ ചന്ദ്രശേഖരന്റെ സംരക്ഷണയിലാണ് അവർ വളർന്നത്. ശാസ്ത്രീയ സംഗീതം ആഴത്തിൽ പഠിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിലും ജന്മസിദ്ധമായ കഴിവ് അവരെ സംഗീതത്തിന്റെ വഴിയിലെത്തിച്ചതാണ്. 1958 V രാമപ്രസാദുമായുള്ള വിവാഹം. 1990 അദ്ദേഹം അന്തരിച്ചു. ഏകമകൻ മുരളീകൃഷ്ണയും മരുമകൾ ഉമയും പേരക്കുട്ടികളായ അമൃതവർഷിണിയും അപ്സരയും അടങ്ങുന്നതാണ് കുടുംബം. മകൻ മുരളീകൃഷ്ണ നേരത്തെ അന്തരിച്ചു. തലമുറകളെ തന്റെ സംഗീതം കൊണ്ട് വിസ്മയിപ്പിച്ച ഭാവങ്ങളുടെ രാജ്ഞിയായ S ജാനകിയമ്മയ്ക്ക് ആദരാഞ്ജലികൾ.